സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ഇന്നലെ കമൻറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും കുറേ പേര് കമൻറ്റ് ചെയ്തത് BMW ആണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി എടുക്കാം ഗൈസ്, BMW Z4 എടുക്കാം. സോ ഹോൾഡ് സെലക്ട് വെഹിക്കിൾ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. ഓ മോനെ സീറ്റ്. ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ട്. മറ്റേ ഏതെങ്കിലും വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ സെറ്റാക്കി നല്ല രസമുണ്ട്. ഓ ഞാൻ ഇത് നടന്നു വരുന്നു. ഫസ്റ്റ് പ്ലേലിസ്റ്റ് ചൂസ് ചെയ്യാൻ പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തെന്താ ഡോണറ്റ് എന്ന് പറഞ്ഞൊരിത്, മെയ്ഡ് ഇൻ ജപ്പാൻ. എനിക്കൊന്ന് ഇത് മറ്റേ ജാപ്പനീസ് കൾച്ചറിൻ്റെ ഇതായിരിക്കും. പിന്നെ ഒരു ഹവായ് സീനിക് ടൂർ, അമേരിക്കൻ മസിൽ, 911 ലെഗസി, റൂൾ ദി സ്ട്രീറ്റ്സ്, ഡോണറ്റ്. നമുക്ക് ഹവായ് സീനിക് ടൂർ ചൂസ് ചെയ്യാം കഴിച്ചു. അത് സെലക്ട് ചെയ്തിട്ടുണ്ട്, നോക്കാം. ലോഡാവുന്ന സൈഡിലൊക്കെ ഈ മറ്റേ കറങ്ങുന്നുണ്ട് സീറ്റ്. ഓ മൈ ഗാഷ്, നമ്മുടെ വണ്ടി സീനില്ലേ ഗൈസ്. ഇതിവിടെ അടുത്ത് തന്നെയാണ്, നമ്മുടെ മറ്റേ മാപ്പിലിവിടെ കാണാൻ പറ്റുന്നുണ്ട് വണ്ടി. ഹാൻഡ് ബ്രേക്ക് അയ്യോ ഞാൻ എന്തിലും കയറി പിടിച്ചിട്ടുണ്ട്. ബാക്ക് അടിക്കുക. മറ്റേ ഇതായിരുന്നു ഗൈസ്, ഫോട്ടോ മോഡ് സംതിങ്. ക്യാമറ ഇത്, ഹാൻഡ് ബ്രേക്ക് ഇതാണോ? മറ്റേ സ്ക്വയറാണ് ഈ ഹാൻഡ് ബ്രേക്ക്. സൗണ്ട് കുറവാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് വണ്ടി എടുക്കാം. ഞാൻ എന്നാ മോനെ വെയിറ്റ്, വണ്ടി അതൊന്നും നോക്കട്ടുള്ളത്. കൊള്ളാല്ലേ, ലുക്ക് ഉണ്ട് സാധനം. ഫസ്റ്റ് പോസ് ഉണ്ടോ കൊണ്ടേ? ഓ മോനെ സീറ്റ്. ഇത് കൺവെർട്ടബിൾ ആണ്, നമുക്ക് വിടാം. ഞാനത് മൾട്ടിപ്ലെയറൊക്കെ കളിക്കാൻ പറ്റുമോ? നൈട്രസ് ഒക്കെ ഉണ്ട്, സെറ്റാ. അയ്യോ ചാടി ചാടി. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇത് തിരിയട്ടെ. തിരിയില്ല, റോസ് എടുക്കാം. ഈ ഹവായ് സീനിക് ടൂറിൻ്റെ ഇത് ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് അപ്പോൾ ഇതെടുക്കാം. തിരിച്ച് അകത്തേക്ക് കയറ്റാം. ഓ മോനെ മറ്റേ മോട്ടോർ ഫെസ്റ്റിൻ്റെ ബ്രോങ്കോ. പിന്നെ ഇതിനകത്ത് ഓരോ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റിവാർഡൊക്കെ കിട്ടും കേട്ടോ ഗൈസ്. ചിലപ്പോൾ കാർ റിവാർഡായിട്ട് കിട്ടും, പിന്നെ മറ്റേ പൈസയൊക്കെ റിവാർഡായിട്ട് കിട്ടും ഗൈസ്. ഇന്നലത്തെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണട്ടെ ഗൈസ്. ഇത് ഹവായ് സീനിക് ടൂർ എന്ന് പറയുമ്പോൾ ഹവായിൻ്റെ ആ ഒരു സ്ഥലത്തെ പറ്റി ആയിരിക്കും അല്ലേ, അറിയില്ല. മസ്താങ്ങൊക്കെ ബേൺ ഔട്ടൊക്കെ അടിക്കുന്നുണ്ട്. ഡെസേർട്ട്. മസ്താങ് ഈ ഫോർഡിൻ്റെ ആണ് ഈ കുറേ ഇതിനകത്ത് അടിച്ചിടാൻ പറ്റും. ഹോൾഡ് ഇതുണ്ടല്ലേ, നമുക്ക് അടിച്ചിടാൻ കാണാനൊന്നും സമയമില്ല. ഇത് മാപ്പിൽ പ്ലേലിസ്റ്റ് ആക്ടിവേറ്റ് ആയത്. ഹവായ് സീനിക് ടൂർ ഫസ്റ്റ് ഇവൻ്റ് അവൈലബിൾ ആയി. കുറേ കംപ്ലീറ്റ് ചെയ്യണ്ട് നമുക്ക്. പൊളിക്കാം. 10 ഫീറ്റ്സ് എന്താ സംഭവം. 9 ഫോട്ടോ ഓപ്സ് അവൈലബിൾ. ഫാസ്റ്റ് ട്രാവൽ ടു കണ്ടെയ്നർ അൺലോക്ക്ഡ്. ഇതൊക്കെ എന്ത് സംഭവം ഗൈസ്. അടുത്ത ഏത് ഗെയിമൊക്കെ കളിക്കണമെന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അത് തീർന്നു തോന്നുന്നു. നമുക്കിനി അടുത്ത ഫസ്റ്റ് ലൊക്കേഷനിട്ട് പോവാം ഗൈസ്. ഫസ്റ്റ് ലൊക്കേഷൻ ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് വണ്ടി ഇത്തിരി ഓടിച്ചിട്ട് പോയാലോ? നമുക്ക് കുറച്ചൊന്ന് ഓടിക്കാം.
നമുക്ക് കുറച്ച് ഓടിച്ചിട്ട് പിന്നെ വരാം ഗൈസ്. ഓപ്പൺ വേൾഡിലല്ലേ, നമുക്ക് കുറച്ച് ഓടിച്ചൊക്കെ സിറ്റിയൊക്കെ ഇത്തിരി നോക്കാം. ടണല്, ടണലത്തെ സൗണ്ട് ഏതാ? പതിയെ തിരിക്കാം. അതിൻ്റെ സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി സീനില്ല കേട്ടോ. മറ്റേ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കളിച്ചില്ലേ, ഇന്നലെ ഇട്ട വീഡിയോയിൽ കളിച്ചതിൽ കണ്ടവർക്കറിയാം ഈ സ്ഥലത്തിലെ കോർണറൊക്കെ എടുക്കാൻ ഇത്തിരി പാടാം. ഇപ്പം ഇത്തിരി സീനില്ല, ഇപ്പോൾ ഇത്തിരി എളുപ്പമായി. മറ്റേ ഡോണറ്റ് എയറിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട് ഗൈസ് എൻ്റെ മോനെ. എനിക്കൊന്ന് സിറ്റിയിട്ട് എത്തിയെന്ന് പോലെ ഗൈസ്. പതിയെ ഇവിടെ ഇട്ട് ഡ്രിഫ്റ്റും ചെയ്താലോ? ഇല്ല, തിരിയൂല. തെഞ്ഞ് ഇവിടെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. നമുക്കിന്ന് റേസിന് പോയാലോ? അത്രയും പോരെ. ഇനി കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇത് ഹാൻഡ് ബ്രേക്ക് സ്റ്റിയറിംഗ് വീലായതുകൊണ്ട് ബട്ടൺ ഞെക്കി പിടിക്കും. ഫസ്റ്റ് വേർഷനിലിട്ട് അങ്ങോട്ട് പോവാം. ഏതാ? അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയട്ടെ. ഓക്കെ. അയ്യോ, നമുക്ക് ഈ വണ്ടിയൊക്കെ ഇത്തിരി പണി തീർക്കണം ഗൈസ്. ഫസ്റ്റ് C4 എടുക്കണം. C4 നമുക്ക് കുറേ പണി തീർക്കണം. എൻജിൻ വൈസൊക്കെ ഫുള്ള് മോഡിഫൈ ചെയ്ത് ഇറക്കാം. പിന്നെ ഈ മറ്റേ പ്ലേലിസ്റ്റൊക്കെ തീർത്തിട്ട് നമുക്ക് കുറേ പൈസ കിട്ടിയിട്ട് പൊളിക്കാനുള്ള. നമുക്കിത് നേരെ റേസ് ഇട്ട് വിടാം ഗൈസ്. നമുക്ക് ഇനി കുറേ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാണ്ട്. മാപ്പ് നമ്മൾ പകുതി പോലും എത്തിയിട്ടില്ല, ഒരു ക്വാർട്ടർ പോലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ. നമുക്കിനി നേരെ റേസ് ഇട്ട് വിടാം. ഇനി നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. ഓഫ് റോഡൊക്കെ പോകണം, പൊളിക്കാം. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോസ്റ്റ് പോയി, ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് റേസിലെത്തിയിട്ടുണ്ട്. കയറി നോക്കാം. റെസ്ട്രിക്റ്റഡ് വെഹിക്കിൾ ഫോർഡ് GT ആണ് ഗൈസ്. ലീഡർ ബോർഡിൽ വേൾഡ് ബെസ്റ്റ് 3 മിനിറ്റ്. എൻ്റെ മോനെ കയറാല്ലേ? ലോൺഡ് വെഹിക്കിളാണ് സെലക്ട്. പൊളി. മോനെ, മലയൊക്കെ കാടാന്ന് തോന്നുന്നു. അല്ല, അതിൻ്റെ നടുക്ക് റോഡുണ്ടല്ലേ. ഹവായ്. അങ്ങനെയെന്ന് പറഞ്ഞ് സ്ഥലമൊക്കെ ഉണ്ട്. വായിക്കൊള്ളാത്ത പേരൊക്കെ. റേസ് പൊളിക്കാം. നമ്മൾക്ക് കിട്ടിയ ഫോർഡ് GT ആണ്, മഞ്ഞ കളർ ഫോർഡ് GT. ഒരു മെക്ലാറിൻ ഫ്രണ്ടിലൊരു ഫോർഡ് GT ഉണ്ട്. നമ്മുടെ സൈഡിലൊരു കോർവെറ്റ് ഉണ്ട്. ആ ഫ്രണ്ടിൽ പോണ മെക്ലാറിനാന്ന് തോന്നുന്നു ഗൈസ്. ആണോ? നോക്കട്ടെ, അഡ്രസ്സൊക്കെ ഇട്ട് കയറിപ്പോവാം. നമ്മുടെ ഈ സൈഡിലുള്ള മഞ്ഞ വണ്ടി മെക്ലാറിനാന്ന് തോന്നുന്നു. ഒരു പോർഷെ ഉണ്ട്, വേറൊരു ഫെറാറി ഉണ്ട്. നമ്മൾ ഫസ്റ്റ് അടിക്കും ഗൈസ്, അത്രേ ഉള്ളൂ. ഫസ്റ്റ് റേസിൽ ഫസ്റ്റ് അടിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ഗൈസ്? ഫെറാറി ചീറ്റിങ് നമ്മളെ തള്ളിയിടാൻ നോക്കി. മൈ ഗോഡ്, ചെക്കൻ കോർണറിൽ ബ്രേക്ക് പിടിച്ചില്ല. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചത്തു. നമ്മുടെ കയ്യിൽ നൈട്രസ് ഉണ്ട്, ഇല്ല സാറെ. കോർണറിൽ എനിക്കിപ്പോൾ മനസ്സിലായി, റേസിന് കോർണറിൽ പാടാണ്, പക്ഷെ റേസ് ഇല്ലാത്തപ്പോൾ കോർണറിൽ എളുപ്പമാണ്. ഇപ്പം മനസ്സിലായി. അടുത്ത കോർണർ. ഞാനത് ആക്ച്വലി ബ്രേക്ക് പിടിക്കണ്ട, നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ മതി. ഇപ്പോൾ ഓക്കെ. ഇപ്പോൾ കോർണർ ഇത്തിരി വശമായി വരുന്നുണ്ട്. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുക, ചവിട്ടുക, ചവിട്ടുക. എനിക്ക് റേസ് കഴിയുമ്പോൾ തന്നെ പൈസ കിട്ടുമെന്നൊരു സംശയം. അത് പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണോ എന്നറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേലിസ്റ്റിൽ കുറേ റേസ് ഉണ്ടാവുമല്ലോ, ആ എല്ലാ റേസിൻ്റെ ഇത്തിരി പൈസ വെച്ച് കിട്ടുവാണോ, അത് ആ പ്ലേലിസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണോ ഇതാക്കുന്നതിന് നമുക്ക് നോക്കാം ഗൈസ്. ഫസ്റ്റ് ലാപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ പോവാം നമുക്ക്. ആക്സിഡൻറ്റിന് കാലെടുക്കാം. ഓക്കെ ഇനിയിപ്പോൾ മറ്റേ ഈ പ്ലേലിസ്റ്റൊക്കെ ഈ ഹൗ ഐ സീനിക് ടൂറിൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ഏത് പ്ലേലിസ്റ്റൊക്കെ കളിക്കണമെന്ന് കമൻറ്റ് കിട്ടാം ഗൈസ്. നമുക്ക് ഇത്തിരി പൈസ ആക്കിയിട്ടൊരു വണ്ടിയൊക്കെ എടുക്കണം. പിന്നെ അടുത്തായിട്ട് ഏത് വണ്ടി എടുക്കണമെന്ന് കമൻറ്റ് കിട്ടോ, നമുക്ക് നോക്കാം. യോത്തിനില്ല നമ്മൾ ഫസ്റ്റാണ് ഗൈസ്, അവന്മാരൊക്കെ ഫുള്ള് ബാക്കില്ല. റാങ്കിങ് പോയി കഴിഞ്ഞാൽ സ്പീഡ് ടൈൽ ഗെയിമിങ് നമ്മൾ ഫസ്റ്റാ. ഈ വണ്ടി ആക്ച്വലി നല്ല സ്പീഡുണ്ട് കേട്ടോ. 200 2 മിനിറ്റ് അല്ല 3 മിനിറ്റ് ആവാറായി. നമുക്ക് ഇത് 3 ലാപ്പുണ്ട്. ഇപ്പം 2 ഇനി 2 കൂടി ഉണ്ട് തോന്നുന്നു. നമ്മൾ സെക്കൻഡ് ലാപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് ഫൈനൽ ലാപ്പാണെന്ന് തോന്നുന്നു. ഇത് ഫൈനൽ ലാപ്പായിരിക്കും. നോക്കാം. ഇതിലേക്ക് മറ്റേ കോർണറൊക്കെ ട്രാക്ക് പോലത്തെ ചെരിവുണ്ട്, പക്ഷെ കൺട്രോൾ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. മൊത്തം വളവൊക്കെ റേസ് ട്രാക്ക് പോലത്തെ. അയ്യോ തിരിയുന്നില്ല. ഇപ്പൊ തിരിഞ്ഞ. ഇതിനകത്ത് ആക്ച്വലി പ്ലെയിനും ബോട്ടൊക്കെ മേടിക്കാൻ പറ്റും. നമുക്ക് ഐലൻഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഐലൻഡ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പതിയെ തിരിച്ച് 4 മിനിറ്റ് ആയി ഗൈസ്. തീരാറായെന്ന് തോന്നുന്നു, കുറച്ചും കൂടി ഉള്ളൂ. അവിടെ ലാസ്റ്റ് ഫൈനൽ ലാപ്പാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റേസ് ഇട്ട് പോവാം. ഇത് കഴിയുമ്പോൾ പൈസ കിട്ടുമെന്ന് നോക്കണം. പൈസ കിട്ടിയിട്ടാണ് നമുക്ക് അടുത്ത വണ്ടി എടുത്തിട്ട് പണി തീർക്കണം, പൊളിക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഓക്കെ ഗൈസ്, ഫിനിഷ് ആയില്ല. ഐപ്പായി ഫസ്റ്റ് അടിച്ച് 4 മിനിറ്റ് 35 സെക്കൻഡ്. ഏതാ നമ്മൾ 1 മിനിറ്റ് അല്ല 1.5 മിനിറ്റ് താഴെയാ. വേൾഡ്സ് ബെസ്റ്റ് 3 മിനിറ്റ് സംതിങ് ആണ്. നെക്സ്റ്റ് അടിച്ചുകൂടാ. ഒന്നോടെ നെക്സ്റ്റ്, പിന്നെ നെക്സ്റ്റ്. നമുക്ക് 18K കിട്ടി. 18.750K അല്ല 18. അതെ. അടുത്ത കണ്ടിന്യൂ അടിക്കുക. റിട്ടേണിങ് ടു ഫ്രീ ഡ്രൈവ് അതന്നെ. ഇനി അടുത്ത റേസ് ഇട്ട് പോവാം ഗൈസ്. അടുത്ത വണ്ടേഴ്സ് ഓഫ് എന്തൊക്കെയോ പേര് ഗൈസ് ഈ സ്ഥലത്തിൻ്റെ. ഈ ഹവായി സ്ഥലത്തിൻ്റെ തന്നെ പേര് കുറേ പേരുണ്ട്. എന്തൊക്കെയാ എന്തോ ഒരു പേര് എൻ്റെ പൊന്നോ. ഈ റേസിൻ്റെ പേരില്ല അതുപോലെ തന്നെ. ഫോട്ടോസ് ഇതിന്ന് മാറിയേക്കാം, ചിലപ്പോൾ ഇത്തിരി പണിയാകും. അതിവിടെ അടുത്ത് തന്നെയാണ്. വണ്ടേഴ്സ്. ഈ പേര് വായിക്കാൻ പറ്റുന്ന ഒരു കമൻറ്റ് കിട്ടോ. ഇതെന്ത് സാധനം? അയ്യോ കാണുന്നില്ല. എവിടെ? അതിനല്ലേ പേര് നോക്കാം. ഉണ്ടാ ആ പ്ലേലിസ്റ്റിൽ നിന്ന് എഴുതിയേക്കുന്നതിൻ്റെ മേളിൽ വണ്ടേഴ്സ് ഓഫ് ഒലാവു പൊക്കോ. നമ്മളോട് പൊക്കോളെ. നമുക്ക് പോവാം, റേസ് ചെയ്തിട്ട് പോവാം. വോക്സ് വാഗൺ മറ്റേ ഇതിൻ്റെ മിനിവാൻ്റെ റേസാന്ന് തോന്നുന്നു. വണ്ടേഴ്സ് ഓഫ് എന്തോ ഒരു പേര് ഗൈസ്. ഈ പേരൊന്നും വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. ഓക്കെ, ഇതിനകത്ത് കുറേ വോക്സ് വാഗണിൻ്റെ ഉണ്ട്. നമ്മുടേത് വോക്സ് വാഗണിൻ്റെ മിനിവൻ.
ചെറുത്. ഇത് ഇത്ര ചെറുതല്ലായിരുന്നല്ല, ഇത്രയും ചെറുതായിരുന്നു. ഇനി ഇൻസൈഡ് ഒന്ന് നോക്കട്ടെ. POV. ഓ ഇതെന്താ ഇവിടുന്ന് വിറയ്ക്കുന്നത്? ചെക്ക ഫൗള്. ആ മറ്റേ 6 നിൽക്കുന്ന. അയ്യോ ഇടിച്ച്. ഫസ്റ്റ് കറിയുണ്ട്. ആ എൻ്റെ മോനെ വണ്ടി ഓടിക്കുന്നത് വൈബാട്ടാ. ഈ വണ്ടി ഓടിക്കാൻ ഒത്തിരി വൈബുണ്ട്. മറ്റേ ഷാജി ബാബിനെ വണ്ടി പോലെ അതല്ല, എന്നാലും നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് പറപ്പിച്ചുവിടാ. ഒന്നും കാണുന്നില്ല. ആ അതില്ല, മൊത്തം വോക്സ് വാഗണിൻ്റെ വണ്ടിയൊക്കെയാണ്. ആ ഇവനാണ് നമ്മളെ തള്ളിയിടാൻ നോക്കി, ഈ ഓറഞ്ച് വണ്ടി. ആർക്കോ ഫ്രണ്ടിൽ നിന്ന് മാറാ. ചെക്കൻ നൈറ്റ് ഡ്രസ് ഇട്ടുണ്ടോ? നമ്മൾ നൈറ്റ് ഡ്രസ് ഇട്ട് അവനെ പിടിക്കും. അറിയിപ്പോ അത്ര ഉള്ളു. വെട്ടിച്ചു. കോർണം ചത്തു. പ്രോഗ്രസ് 14% ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് 100 വരെയായിരുന്നു. 100 ആണ് 50 ആയിരിക്കുമോ? 100 ആയിരിക്കൂലേ? 100% പ്രോഗ്രസ്. തിരിയുന്നില്ല ഗൈസ് ഇത്. അയ്യോ ഈ സാധനത്തിന് കൺട്രോൾ കിട്ടുന്നില്ല. ഈ വണ്ടി ഓടിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈബ്. അയ്യോ വൈബില്ല, വൈബുണ്ട് പക്ഷേ അയ്യോ ഇതെന്താ ഓടിക്കാൻ കിട്ടില്ല, അതാണ് പ്രശ്നം. അങ്ങനെ വണ്ടിയൊക്കെ മാനുവലിലിട്ടൊക്കെ ഓടിക്കണം ഗൈസ്. എൻ്റെ സ്റ്റിയറിംഗ് വീലിൽ ഗിയർ ഉണ്ട്, അപ്പോൾ നമുക്ക് മാനുവലിട്ട് ഓടിക്കണം. ഇത് കൊള്ളാട്ടോ, കൺട്രോൾ കിട്ടുന്നില്ലെങ്കിലും 27% കംപ്ലീറ്റ് ആയില്ല. 2 മിനിറ്റ് ആയിട്ട്. അയ്യോ വേൾഡ്സ് ബെസ്റ്റ് നോക്കിയില്ല, മറന്നുപോയി. നമ്മുടെ തൊട്ട് പുറകിൽ ഒരുത്തനുണ്ട്. അവൻ നമ്മളെ ഇപ്പം കയറുമെന്ന് പറഞ്ഞ് നിൽക്കല്ല, ഇപ്പം കയറില്ല. ചെക്കൻ കോർണറിൽ ബ്രേക്ക് ഓടിച്ച് ബാക്കിൽ പോയി, ചമ്മിപ്പോയി. അയ്യോ ഇത് എൻ്റെ മോനെ സൺറൈസ് സൺസെറ്റ്. അയ്യോല്ല ഇതിനകത്ത് ഈ നമ്മുടെ റോട്ടിലുള്ള ആരോസിൽ റെഡ് ഇത് വരുമ്പോൾ മറ്റേ കോർണറിൽ ഫോട്ടോ എടുത്തു അവർ. എന്നോനെ റെഡ് ഇത് വരുമ്പോൾ മറ്റേ കോർണറിൽ ബ്രേക്ക് കൊടുക്കുക, അങ്ങനെ എന്തോ സംഭവം. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായി കോർണർ. നാൽപ്പത്തൊന്ന് 50 ആയിക്കില്ലേ, 100 ആയിക്കും ചിലപ്പോൾ. അയ്യോ ഓക്കെ അപ്പുറത്തേക്ക് ഇതുണ്ടോ, ഞാൻ ഫുള്ള് തിരിച്ചു വെച്ചേക്കണേ. ഇത്രേ തിരിയുന്നുള്ളൂ കേട്ടാ, തിരിയുന്നില്ല വണ്ടി. നമ്മൾ സ്പീഡോമീറ്ററിൻ്റെ ലെവലിൽ കഴിഞ്ഞു പോയി. സ്പീഡോമീറ്റർ 80 കിലോമീറ്റർ എല്ലാം കണ്ടുള്ളൂ. ഷോർട്ട് കട്ട്. ഇത് ഗ്രാഫിക്സ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. യോ മറ്റേ ഇതൊരു പൊളിഞ്ഞ കപ്പൽ അല്ല, ബോട്ട്. ഞാൻ പടം വരച്ച് വെച്ചേക്കുന്നു. ആക്സിഡൻ്റ് ആയെന്ന് തോന്നുന്നു ബോട്ട്. ശരിയാ ഗൈസ്, 54% കംപ്ലീറ്റ് ആയി. അപ്പോൾ മറ്റേ 50%-ലായിരിക്കില്ല, 100-ലായിരിക്കും. അത്യാവശ്യം വോക്സ് വാഗൺ അല്ലേ, 100 കയറുന്നുണ്ട് സുഖമായിട്ട്. സ്പീഡോമീറ്ററിൻ്റെ ലെവൽ കഴിഞ്ഞു.
നേരെ വിടാം. 200 കയറി ഗൈസ്, 200 കയറിയുണ്ട്. 5 ഗിയർ. അതിനകത്ത് ABS-ഉം ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉണ്ട് കേട്ടോ, കൊള്ളാം. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ട് മറ്റേ ഡ്രിഫ്റ്റൊക്കെ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പല പല കാര്യത്തിനായിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഹവായ് സിംഗ് ടൂർ, പിന്നെ ഫോർമുല വണ്ടി ഉണ്ടാവും, ഓഫ് റോഡ് ഉണ്ടാവും, പിന്നെ മറ്റേ പ്ലെയിൻ്റെ ഒക്കെ ഉണ്ടാവും ഗൈസ്. പിന്നെ വെള്ളത്തിൽ ബോട്ടിൻ്റെ റേസൊക്കെ പ്ലേലിസ്റ്റ് ആയിട്ട്, പിന്നെ ഡ്രിഫ്റ്റ് പ്ലേലിസ്റ്റ് അങ്ങനെയൊക്കെ. അടുത്ത ഫോട്ടോ ഡ്രിഫ്റ്റ് പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതാക്കണം. മൈ ഗോഡ്, 75%. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ. അവന്മാര് ഫുള്ള് ബാക്കിലായി തോന്നുന്നു. ഈ ക്യാമറ ആംഗിൾ മാറ്റാം. അവന്മാരെ കാണാൻ കൂടി ഇല്ല ഗൈസ്. അയ്യോ, ഇതുണ്ടോ, ഇപ്പൊ ഞാൻ ഫുള്ള് തിരിച്ചു വെച്ചേക്കുന്നേ, എന്നിട്ടും അത്ര സമയം എടുത്ത് തിരിയാൻ. ഇതാണ് ഗൈസ് പറഞ്ഞത്, ചുവന്ന ആരോസ് ബ്രേക്ക് പിടിക്കുമ്പോൾ ശരിയായി. എനിക്കൊന്ന് കോർണേഴ്സിൽ അത് മറ്റേ കൺട്രോൾ കിട്ടാനായിരിക്കും. പക്ഷെ നമ്മളതൊന്നും നോക്കിയില്ല. മറ്റേ ഇന്നലെ ഇട്ട വീഡിയോയിൽ അത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. മറ്റേ ആരോസ് കോർണറിനുള്ള ആരോസ് ഇന്നലെ ഉണ്ടായിരുന്നു. അയ്യോ, ഇതാ ഹബ് ഹില്ലൈന് മൊത്തം മല ഫുള്ള് കയറ്റിടണം. നമ്മൾ ഈ കോർണേഴ്സിൽ ബ്രേക്ക് പിടിക്കാത്തതുകൊണ്ട് കൺട്രോൾ കിട്ടൂല, അതാണ്. ഇതുണ്ടോ, അത് ഞാൻ ഫുള്ള് തിരിച്ചു വെച്ചിട്ട് പോലും തിരിയുന്നില്ല. പല വണ്ടിക്ക് പല പല തിരിയുന്ന ഇതാണല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഇതിലൊഴിച്ച് ചില വണ്ടിക്ക് കൺട്രോൾ ഉണ്ട്, ചില വണ്ടിക്ക് കൺട്രോൾ ഇല്ല, ചില വണ്ടിക്ക് ഒട്ടുമില്ല. പിന്നെ C4-ന് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. 95%, ഒരു 5% കൂടി ഉള്ളൂ. നമുക്ക് ഇന്നത്തെ റേസ് കയറാം. അങ്ങനത്തെ കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇത് വാട്ടർഫോളൊക്കെ ഏതാ. ഓക്കെ ഗൈസ്, ഫിനിഷ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റഡ്, അത്രേ ഉള്ളു. ഫസ്റ്റ് അടിച്ച് 8 മിനിറ്റ് എടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെ ഇതിപ്പോൾ നെക്സ്റ്റ് അടിച്ചോടാം. നെക്സ്റ്റ് എത്ര പൈസ കിട്ടി നോക്കട്ടെ. 33,000 കിട്ടിയേ എൻ്റെ മോനെ. സ്കിപ്പ്, റിട്ടേണിങ് ടു ഫ്രീ ഡ്രൈവ്. ലെറ്റ്സ് ഗോ ഗൈസ്. രാത്രി. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്, കാരണം കുറേ നേരമായിട്ടുണ്ട്. സോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.